പിന്നെ മുംബൈക്ക് എത്തിയതെന്നാണ്? പിന്നീട് ബോംബെക്ക് 70-ലാണ് വന്നത്. 70-ൽ ഇവിടെ വന്നിട്ട് ആദ്യം ചെയ്തത് എന്തായിരുന്നു? ഇവിടെ വന്നിട്ട് ഞാൻ ഒരു അൽക്കാൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ഒരു കമ്പനിയിൽ എന്നെ അവർ സെലക്ട് ചെയ്തു സൂപ്പർവൈസറായിട്ട്. അങ്ങനെ ഗോദ്രേജ് ഞാൻ ജോലിക്ക് അവിടെ സൈറ്റ് ഗോദ്രേജിൽ അങ്ങനെ കയറി. അങ്ങനെ ഗോദ്രേജ് വിക്രോളി അവരുടെ കമ്പനിയിലെ ഫോർമാനായിട്ട് എന്നെ അപ്പോയിൻറ്റ് ചെയ്ത് ഗോദ്രയിലേക്ക് ഡെപ്യൂട്ട് ചെയ്തു. അങ്ങനെ ഞാൻ ഗോദ്രയിലായി. ഇപ്പോഴും ആ ഗോദ്രേജ് എനിക്ക് വർക്കുണ്ട്. ആ കമ്പനി ഞാൻ പോയി. ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുക. ഗോദ്രേജ് വിടുന്നില്ല, അവർ ഗോദ്രേജ് എന്നെ തന്നെ അവിടെ വെച്ചോണ്ടിരിക്കുക. ഇപ്പോഴും വർക്ക് ചെയ്തോണ്ടിരിക്കുക ആ ഗോദ്രയിൽ കോൺട്രാക്ടറെ. അതെ, അത് 78-ലാണ് തുടങ്ങിയത്. എൻ്റെ കുഞ്ഞുങ്ങൾ 2 പേരുണ്ടായിരുന്നു. രജീദും അജീദും കുഞ്ഞുങ്ങളാണ്. അവരുടെ പേര് വെച്ചിട്ട് AR എന്നുള്ള സ്ഥാപനങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പം ഞങ്ങൾക്ക് സൈറ്റിലെ ജോബാണ്. റിലയൻസ് ജോബുണ്ട്. മുകേഷ് അംബാനിയുടെ വീട്ടിൽ വർക്ക് ചെയ്ത് കഴിഞ്ഞു, അത് തീർന്നു. പിന്നെ നമ്മളെ ONGCയിൽ, പിന്നെ റിലയൻസ് അജീര ഗുജറാത്തിലെ റിലയൻസ്, ഇവിടെ അവരുടെ ലൈഫ് സെന്റർ ഉണ്ടല്ലോ റിലയൻസ്, ഒക്കെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോഴും വർക്ക് ചെയ്തോണ്ട് മെക്കാനിക്കൽ ജോബോ, പൈപ്പിംഗ്, സ്ട്രക്ചർ, പൈപ്പിംഗ് എന്ന് പറഞ്ഞാൽ SS ആൻഡ് MS പൈപ്പിംഗ്, ഫാബ്രിക്കേഷൻ ആൻഡ് എറക്ഷൻ, അതിൻ്റെ വെൽഡിങ് എല്ലാം സ്പെഷ്യൽ വെൽഡിങ് ഒക്കെയാണ്. അതെല്ലാം ചെയ്ത് അവർ ആസ്പെയർ അവരുടെ ഡ്രോയിങ് അല്ലെങ്കിൽ നമ്മുടെ ഡിസൈനുള്ള ഡ്രോയിങ് വെച്ച് ഞങ്ങൾ എറക്ഷൻ ചെയ്ത് കൊടുക്കുന്നു. ലേബർ എല്ലാം ഞങ്ങളെ എല്ലാ കൺസോൾ ഐറ്റവും ലേബറും എല്ലാം ഞങ്ങളുടെയാണ്. എൻ്റെ കീഴിൽ ഇപ്പോൾ സൂപ്പർവൈസേഴ്സ് ആൻഡ് എഞ്ചിനീയേഴ്സ് ഒരു 90 പേരെടുത്തുണ്ട്. വർക്കേഴ്സ് എല്ലായിടത്തും കൂടെ ഒരു 10-800. ഇതെല്ലാം സ്വന്തം കീഴിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരും കുഞ്ഞുങ്ങളും നോക്കുന്നുണ്ട്. എൻ്റെ കുഞ്ഞുങ്ങൾ ഉണ്ടല്ലോ. അവർ 2 പേരും BE. ഒരാൾ ഇൻസ്ട്രുമെന്റ് BE, അജീത് ഇൻസ്ട്രുമെന്റ് BE, രജീത് മെക്കാനിക്കൽ BE. അവർ 2 പേരും നോക്കുന്നത്. എല്ലാവരും ഇവിടെ മലയാളം അറിയാം. തങ്കമ്മ കുറും. ഇല്ല, ഞങ്ങൾ കല്യാണം കഴിക്കുന്ന വൈഫിന്റെ വീട് കോഴഞ്ചേരി ചെറുപോലാണ്. അറേഞ്ച് മാരേജാണ്. 72-ലാണ് അച്ഛൻ മരിച്ചു. ഒരു 65-ല് എൻ്റെ ഫാദർ മരിച്ചു. അങ്ങനെ വിഷുവിൻ്റെ അന്നാണ് മരിക്കുന്നത്. 65 അങ്ങനെ നാട്ടിൽ പോയി. ഞാൻ ബറോഡയിലായിരുന്നു. അത് 3 വർഷത്തിന് ശേഷമാണ് തിരിച്ചു പോകുന്നത് നാട്ടിലേക്ക്. അപ്പോൾ 3 വർഷം 2 വർഷം 3 വർഷം. അമ്മ എന്ത് പറയാൻ, അമ്മ അച്ഛൻ മരിച്ചു കഴിഞ്ഞപ്പോഴാണ് ഞാൻ ചെല്ലുമ്പോൾ അമ്മ അങ്ങനെ പശു ചെല്ലുന്നത് നാട്ടില്. പിന്നെ വർഷം തോറും പോകാറുണ്ട്. 66 സന്തോഷം. ഓക്കെ, അവരൊക്കെ മരിച്ചു. അമ്മയും മരിച്ചു. അപ്പോൾ പെങ്ങന്മാർ 2 പേര് മരിച്ചു പോയി. 3 പേരേ ഉള്ളൂ. മക്കൾ ഇവിടെ ഉണ്ട് എൻ്റെ കൂടെ. അവർ വിവാഹം കഴിച്ചു. മൂത്തവന് ഒരു പെണ്ണും ഒരു ആണും, രണ്ടാമത്തവനൊരാണ്. മൂത്ത ആളിൻ്റെ രജീത് കുമാർ കുറുപ്പ്. അവൻ്റെ മൂത്ത മോടെ പേര് പിന്നെ അശ്വിക കുറുപ്പ്. വൈഫിൻ്റെ പേര് ബിന്ദു കുറുപ്പ്. മലയാളത്തിൽ ഇവിടെ അന്തേരി നിന്നാണ് വിവാഹം കഴിച്ചത്. രണ്ടാമത്തവൻ. മൂത്ത ആള് ഡോംബെല്ലിയിൽ നിന്ന്. തിരുവല്ലയിലും ഞങ്ങളിങ്ങനെ ഗുരുവായൂർ അങ്ങനെയൊക്കെ എല്ലാവരും ഉണ്ട്. പിന്നെ എല്ലാ ബന്ധുക്കളും എല്ലാം ഒരു 10-100 ചില്ലുവാനും. ഞങ്ങൾ കുറ്റൂരെന്ന് പറയാൻ എൻ്റെ കുടുംബക്കാർ തന്നെ ഒരു 120. ആദ്യം പോലെ ഭയങ്കര കുടുംബക്കാരാണ്. ഇപ്പോഴും കുടുംബ സംഘമൊക്കെ ഉണ്ടല്ലോ. ഉണ്ട്. അതിലൊക്കെ അവരൊക്കെ ഉണ്ട്. ഞാൻ പോകാറില്ല, ഇവിടെ തന്നെ. എല്ലാവരും മലയാളികളാ കൂടുതലും. വെൽഡർമാരെ, ഫിറ്ററെ. ഇല്ലില്ല, ഇവിടെ തന്നെ വരുന്നുണ്ട്. എല്ലാം ഗൾഫിൽ പോകുന്ന ആൾക്കാരെല്ലാം. ആർഗൻ വെൽഡറെ, IBR വെൽഡറൊക്കെ ഉണ്ട്. ഇവിടുന്നുണ്ട്. ഇവിടെ വന്നിട്ട് പഠിച്ച് പാസ്സായി ടെസ്റ്റൊക്കെ അടിച്ചിട്ട് പോകുന്നവരുണ്ട്. പിന്നെ വരികയും ചെയ്യുന്ന കാണും വളരെ കാര്യമായിട്ട് സന്തോഷമായിട്ട്. അപ്പോൾ അങ്ങനെ ഒരു 32 ഇപ്പം 32 കൊല്ലം ആകുന്നു ഞാൻ ബിസിനസ് തുടങ്ങിയിട്ട്. 78 മുതലാണ്. 32 വർഷമായി. ഇപ്പോ കേരളത്തിലേക്ക് ഇനി ഈ ബിസിനസ് പറിച്ചു നടണമെന്ന് അല്ലെങ്കിൽ ഇതിന്റെ ഒരു ബ്രാഞ്ച് അവിടെ തുടങ്ങണമെന്നുള്ള ആഗ്രഹമുണ്ട്. അവിടെ തുടങ്ങാൻ പറ്റിയല്ലോ കേരളത്തിൽ. ഇതിനെക്കാട്ടും വലിയ
ആൾക്കാർ കേരളത്തിൽ ചെന്നിട്ട് തുടങ്ങാൻ പോകുന്നത് ഞാൻ എന്തോ ചെയ്യാൻ പറ്റും അവിടെ. ഞാനൊരു ഒരു 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 10 ലക്ഷത്തിൽ ഒരു ആൾ പോലും ഇല്ല വലിയവനായിട്ടുള്ള. അവർക്ക് തുടങ്ങാൻ ഞാൻ എന്ത് തുടങ്ങാനാണ്? അവിടുത്തെ ലേബർ പ്രോബ്ലം ഒന്നാമത് ആരും അവിടെ അങ്ങനെ ഇൻട്രസ്റ്റിൽ ഇടാറില്ല. വിട്ടാൽ അത് 2 മാസത്തിനകം ബന്ധാക്കുകയും ചെയ്യും. ഇല്ലില്ല, എൻ്റെ മോള് അമേരിക്കയിൽ പോയി MBA സുജിത എൻ്റെ മോളാണ്. മോൾ അമേരിക്കയിൽ പോയി ഇവിടെ MBA കംപ്ലീറ്റ് ആക്കി അമേരിക്കയിൽ പോയി. പിന്നെ MBH എന്ന് പറയുന്ന ഒരു സെപ്പറേറ്റ് ഒരു ഇതുണ്ട്, മാസ്റ്റർ ഓഫ് പബ്ലിക് ഹെൽത്ത്. അതൊക്കെ കംപ്ലീറ്റ് ആക്കി ഇപ്പോൾ അഞ്ചേരി ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ വിവാഹം കഴിച്ചിട്ടില്ല, അവളുടെ വിവാഹം ബാക്കിയാണ്. അപ്പോൾ മക്കളും നല്ല നിലയിലെത്തി അല്ലേ? അല്ലേ, എത്താൻ പറ്റി. ഭാഗ്യമായിട്ട് ഈശ്വരൻ സഹായിച്ചു. നമ്മൾ വർക്കും ചെയ്യുന്നു, രാവിലെ മുതൽ വൈകോളം ഇപ്പോഴും ചെയ്യുന്നു. ഒരുപാട് കഷ്ടപ്പാടുകൾ സഹിച്ചിട്ടുണ്ടാവില്ല ആദ്യ കാലഘട്ടത്തിൽ? കഷ്ടമോ, ഒത്തിരി കഷ്ടപ്പാട്. എങ്ങനെയൊക്കെയാണ്? അതായത് കഷ്ടപ്പാടെന്ന് പറഞ്ഞാൽ ഞാൻ ഈ പോക്ക് വരവിലുള്ള കഷ്ടപ്പാടുകളാണ്. യാത്ര എങ്ങനെ ജോലി? അല്ലല്ലേ, ഈ നാട്ടിൽ നിന്ന് ഇങ്ങനെ പോയില്ലേ, പോകുന്ന കഷ്ടപ്പാടുകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ നമ്മളെ ഇതൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കാൻ ഇഷ്ടം കഷ്ടപ്പാടുണ്ട്. കുഴപ്പമൊന്നുമില്ല. ഇപ്പം കുഞ്ഞുങ്ങളൊക്കെ നോക്കുന്നുണ്ടേ, അവരും കൂടി സഹായിക്കുന്നുണ്ട്, കുഴപ്പമില്ല. ഇപ്പം എന്നോട് അവർ പറയുന്നത്, ഡാഡി എവിടെ പോകാനൊക്കെ ഒന്നും അവിടെ പോയാൽ മതി, ഇവിടെ ഇരുന്നോളാം. എന്തെങ്കിലും ഈ ഫീൽഡ് വന്നതിന് ശേഷം അംഗീകാരങ്ങളോ പുരസ്കാരങ്ങളോ അങ്ങനെ തേടി വന്നിട്ടുണ്ടോ? അങ്ങനെ ഈ സേഫ്റ്റി ആയിട്ടുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയുള്ള അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. Thank you for working safely. Continue the same in future. അപ്പോൾ സേഫ്റ്റി മെഷേഴ്സ് നന്നായിട്ട് എടുക്കുന്നുണ്ടോ? സേഫ്റ്റി മെഷേഴ്സ് ഞങ്ങൾ എടുക്കുന്നത് കൊണ്ട് ഞങ്ങൾക്ക് പണിയാം. സേഫ്റ്റി എന്ന് പറഞ്ഞാൽ ആൾക്കാർ ജോലി ചെയ്യുമ്പോൾ മുകളിൽ കയറുക, താഴെ വീഴാതിരിക്കാൻ വേണ്ടി സേഫ്റ്റി ബെൽറ്റ് കെട്ടുക, സ്കാഫോൾഡിങ് കെട്ടിയിട്ടൊക്കെ ആൾക്കാർ മുകളിൽ കയറാവും. ഹെൽമെറ്റ് വെക്കുക, സേഫ്റ്റി ഷൂ ഇടുക. എല്ലാം ഇവിടെ നിന്ന് തന്നെ. സേഫ്റ്റി ഷൂ ഇടുക, ഹാൻഡ് ഗ്ലൗസ്, ഗോഗിൾസ് ഇതെല്ലാം കൊടുത്ത് ഓരോ പ്ലാന്റ് വർക്ക് ഉണ്ടെങ്കിൽ അത് ചെയ്യാൻ പോകണമെങ്കിൽ ഇതെല്ലാം ചെയ്യണം. എന്നിട്ട് പ്ലാൻ ചെയ്യാൻ. 1-2 പേർക്ക് അപകടം ഉണ്ട്. അതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല, വലിയ ഇതായിട്ടൊന്നും പ്രോബ്ലം ഉണ്ടായിട്ടില്ല. ഇങ്ങനെ അവർക്ക് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഞങ്ങളെ സഹായം ചെയ്യും. 10,000 രൂപ 20,000 രൂപ ഒക്കെ വേണേൽ കൊടുക്കും. പിന്നെ എൻ്റെ കൂടെ ജോലി ചെയ്യുന്ന ആൾക്കാർ 5 വർഷത്തിന് ശേഷം പോകാമെങ്കിൽ അവർ ഗ്രാജുവേറ്റ് കൊടുക്കും. ബോണസ്, ലീവ് പേ, പിന്നെ പ്രോഡം ഫണ്ട്, ESA ഇതെല്ലാം ഉണ്ട്.